ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ അയാളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും. ഓരോരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം. എവിടെന്നാ ഒരു ചെറിയ വർക്ക് സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഷെയറിങ് ഓഫീസിൽ നിന്ന് സ്വന്തമായിട്ടൊരു ഓഫീസിലേക്ക് മാറുക. ഓൾക്കിലിപ്പം നിങ്ങൾ പറയുന്ന ഒരു പീസ്ഫുൾ ലിവിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ്ലി അഫെയർ അല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരിക്കലും അല്ല. അത് ആക്ച്വലി നമ്മൾ അതിനെങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട്. ആക്ച്വലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഉള്ള ആൾക്കാർ പ്രൊഡക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് ആ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഇന്റൻഷനും കൂടി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതാണല്ലോ ആക്ച്വലി ഒരു ഓഫീസിൽ ഇപ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ക്യൂബിക്സ് മാറി ഒരു ഓഫീസ് സ്പേസ്, സ്വന്തമായ ഒരു ഓഫീസ് സ്പേസിലേക്ക് മാറുന്ന സമയത്ത് ഏതൊരാളും വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ വി വാണ്ട് ടു ഗ്രോ. ആബ്സല്യൂട്ട്ലി. അപ്പോൾ അതിന് നമ്മൾ കുറേ എലമെന്റ്സ് ഉണ്ട്. അതായത് അതിലൊരു വലിയ എലമെന്റ് ആണ് ഈ ഓഫീസ് എന്ന, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിലെ ഓരോ തൊഴിലാളിയും ഓരോ സ്റ്റാഫും അല്ലെങ്കിൽ ഓരോ സഹോദരന്മാരും അവിടെ രാവിലെ മുതൽ അവന്റെ ജീവിതത്തിലെ വിലപ്പെട്ട 8 മണിക്കൂർ, പടച്ചോൻ തന്ന ജീവിതത്തിലെ വിലപ്പെട്ട 8 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുക. അവന് മാക്സിമം സമാധാനം കൊടുക്കാൻ പറ്റുക, അതിലൂടെ അവന്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമത്തിലെത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോ ആളുടെയും നിയത്ത്. ഞാനിത് പറയുമ്പോഴേ ഇപ്പോൾ അടുത്ത് നമ്മളൊരു വിഷൻ ബിൽഡിംഗ് എക്സസൈസ് ചെയ്ത സമയത്ത് ഈ പ്രോപ്പർട്ടിയിൽ പോയി അവരുടെ സ്റ്റാഫിനെ കാണാം, അവരോട് സംസാരിക്കും, അവിടുത്തെ കസ്റ്റമർ ജേർണി നമ്മൾ മാപ്പ് ചെയ്യും. സെയിൽസുകാർ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഓൾഡ് സീറ്റിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നു. ആ സീറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നടുവേദനിച്ചു. ഞാനിങ്ങനെ അടുത്തിരുന്ന സെയിൽസ് പേഴ്സണിനോട് ചോദിച്ചു, ഐ യു റിയലി കംഫർട്ടബിൾ സിറ്റിംഗ് ഹിയർ? ഇവിടെ ഇരിക്കുന്ന ഓക്കെ ആണെന്ന് വെച്ചപ്പം ഇടങ്ങേറാണ് സാറേ. കുറച്ച് കഴിയുമ്പോൾ നടുവേദനിക്കും. എനിക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേദനിച്ചു. ഒരു 2 വർഷമായിട്ട് അവിടെ ഇരിക്കുക. ഞാൻ ചോദിച്ചു എന്താ പറ്റിയ? അത് ഇരിക്കുന്ന ഇത് പ്രോപ്പർ അല്ല, അതൊരു ഇൻബിൽട്ട് ഫർണിച്ചറാ, അത് മൂവബിൾ അല്ല. ഓക്കെ. അപ്പോൾ ഹി ഹാസ് നോ ഓപ്ഷൻ, മാറിയിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. വാക്കിംഗ് കസ്റ്റമേഴ്സ് വരുന്നൊരു സ്ഥലമാണ്, കസ്റ്റമറിനെ കാണാൻ അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കാൻ അവർക്ക് ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇടങ്ങേറ് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ബോർഡിൽ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സെയിൽസ് ഗ്രോത്ത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള, സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞത് യു ചേഞ്ച് ദ ഫർണിച്ചർ. അപ്പം അപ്പോൾ ബിസിനസ് ഓണർ ചോദിച്ചു വാട്ട് ഹാപ്പൻഡ്? ഞാൻ പറഞ്ഞു ഓൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, നടുവേദനയാണ്. ആ പെയിനും സഫർ ചെയ്ത് ആ പെയിൻ അബ്സോർബ് ചെയ്താണ് അയാൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു സാഹചര്യം, ഒരു പ്രസന്റ് ചെയ്യാനായിട്ട്, പെർഫോം ചെയ്യാനായിട്ട് ഒരു നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ടാകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓലത് മനസ്സിലാക്കുകയും അവിടുത്തെ ആ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തു. അത് അവരുടെ സെയിൽസിനെയും പിന്നീട് ബിസിനസ്സിനെയും പോസിറ്റീവായിട്ട് അവിടെയാണ് ഞാൻ വരുന്നത്. ആക്ച്വലി അതായത് നമ്മളൊരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വപ്നമാണ്, പക്ഷെ കൂടെ കൂടുന്ന കുറെ ആൾക്കാരെ കൂടെ പ്രയത്നം കൂടിയാണ് അതിന്റെ ഒരു മുന്നോട്ടുള്ള അൾട്ടിമേറ്റ് സക്സസിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അതെ, കറക്റ്റ്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടുന്ന ഒരു കംഫർട്ട്നെസ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓഫീസിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വലിയ സ്ഥലങ്ങൾ വേണമെന്നോ ഒരുപാട് വലിയ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഇന്റർനാഷണൽ വലിയ MNC കമ്പനീസിൻ്റെ ഒക്കെ ഓഫീസ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റീരിയർ ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുകയാണ്, ഇന്റീരിയർ എന്നുള്ള വാക്ക്, ഇന്റീരിയർ ഡിസൈൻ എന്നുള്ള വാക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ട്രാൻസ്ഫോമിങ് ദ സ്പേസ് ആണ്. ട്രാൻസ്ഫോമിങ് സ്പേസ്. അത് അയാളുടെ ചിലപ്പോൾ ലിവിങ് സ്പേസ് ആവാം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസ് ആവാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആവാം. ആ സ്പേസിനെ അയാൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. ഇപ്പോൾ ഇത് മനുഷ്യനെ പരിഗണിക്കുമ്പോഴാണ് ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ തോട്ട് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. അത് മനസ്സിൽ വന്നാൽ പോരെ, ഹൃദയത്തിൽ വരണം. ആ ഒരു തോട്ടിൽ ഭാഗമാക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്.